ഹായ് നമസ്കാരം. അപ്പോൾ ഇന്ന് നിൽക്കുന്നത് എമറാൾഡ് റിസോർട്ടിലാണ്, പ്ലാമന്തോള്. സോ ഇന്ന് സക്സസ് ഫാക്ടറി എന്ന് പറയുന്ന ഒരു മെഗാ ട്രെയിനിങ് കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇന്ന് ആ ഒരു ട്രെയിനിങ് പങ്കെടുത്ത എല്ലാവരോടും അവരുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് നമുക്ക് ചോദിക്കാം. ഹായ് നമസ്കാരം, എങ്ങനെയുണ്ടായിരുന്നു സക്സസ് ഫാക്ടറി? സൂപ്പർ. ഇതുവരെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ട്രെയിനിങ് ആണ് സാർ. അടിപൊളി സൂപ്പർ പ്രോഗ്രാം ആയിരുന്നു. ഇതിനെ കുറിച്ച് ഒന്നും പറയാനില്ല. സക്സസ്ഫുൾ. ഇന്നത്തെ പറഞ്ഞ വെരി അമേസിംഗ് ട്രെയിനിങ് സെഷൻ ആയിരുന്നു സാർ. എന്താ ഒരു രക്ഷയില്ല, അടിപൊളി സൂപ്പർ. വളരെ വാല്യൂ എന്ന് പറഞ്ഞാൽ വളരെയധികം വാല്യൂ ഉള്ള നമ്മൾ മലയാളികൾ പറയും ഒന്നും പറയാനില്ല എന്നുള്ളത്. സൂപ്പർ, പറയാനൊന്നുമില്ല. അടിപൊളിയാണ്. ശേഷം എത്ര റേറ്റിംഗ് കൊടുക്കാൻ പറ്റും നമ്മുടെ ഈ പ്രോഗ്രാമിന്? 5 സ്റ്റാർ തന്നെ കൊടുക്കാൻ പറ്റും. 5 സ്റ്റാറിൽ 5 സ്റ്റാറിനെ കൊടുക്കാം. 5 സ്റ്റാറിൽ 5 ഇതല്ലേ എനിക്ക് പറയാൻ പറ്റില്ല, അപ്പുറത്തേക്ക് പറയാൻ പറ്റില്ല. പറഞ്ഞ പോലെ തന്നെ 5-ൽ 5 കൊടുത്തേ പറ്റൂ. മിനിമം 5 സ്റ്റാറിൽ കൂടുതലുണ്ടെങ്കിൽ അതേ കൊടുക്കുള്ളൂ. 5 സ്റ്റാർ അതിപ്പോ സാറ് പറഞ്ഞുകൊണ്ട് അതിന് എത്ര വേണമെങ്കിൽ കൊടുക്കാം. 5 to 5 എന്താ സംശയം? എന്റെ ഒരു 5 സ്റ്റാർ റേറ്റിംഗ്. 5 സ്റ്റാർ കൊടുക്കല്ലേ? തീർച്ചയായിട്ടും 5. 5 സ്റ്റാറിന് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന് ശേഷം എത്ര രൂപയുടെ മൂല്യം കൽപ്പിക്കുന്നുണ്ട് നിങ്ങള്? ഒരു 50,000-നേക്കാൾ ഒരു 50,000 രൂപ വരെ കൊടുക്കാൻ പറ്റുന്നത്. 50,000-ന്റെ മേലെ നമുക്ക് കൊടുത്ത 50,000 കൊടുത്താൽ നഷ്ടമല്ല. ഓക്കെ, ഒരു മോർ ദാൻ 1 lakhന്റെ അസറ്റ് ഉണ്ട് ഇതിനകത്ത്. 1 ലക്ഷം കൊടുത്താലും മതിയാവില്ല. 1 ലക്ഷത്തിന്റെ മുകളിൽ പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. അടുത്തൊരു കണക്ക് 50,000 കൊടുത്താലും നഷ്ടമൊന്നുമില്ല. ഒരു 40,000-50,000 റേഞ്ചിൽ നടത്തുന്നത് ഞാൻ കണ്ടിട്ടും എബോവ് 50,000. ഒരു 2 lakh above. ഓക്കെ, നെക്സ്റ്റ് ഈ പ്രോഗ്രാമിലേക്ക് എത്ര ആൾ എത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്? 10 മെമ്പേഴ്സിന് എന്റെ ടീമിൽ നിന്ന് ഇന്നൊരു 10 പേരെങ്കിലും അടുത്ത സക്സസ് ഫാക്ടറി തന്നെ കയറ്റാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏകദേശം ഒരു 5 പേരെങ്കിലും 50 ആളെങ്കിലും കൊണ്ടുവരണമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഞാൻ ഒരു 20 എൻട്രി എന്റെ ടീമിൽ നിന്ന് ഒരു 10 ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് 20 മിനിമം ഒരു 15 പേരെങ്കിലും കൊണ്ടുവരാൻ നല്ല ആഗ്രഹമുണ്ട്. 5 ആളെ 5-8 പേരെ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും മോർ ദാൻ 10. ഒരു 10-ൽ കൂടുതൽ ആൾക്കാർ എന്തായാലും ഇതിലേക്ക് പങ്കെടുപ്പിക്കും. നമസ്കാരം. സുഖാണോ? സൂപ്പർ. അപ്പോൾ നമ്മളിപ്പോൾ എമറാൾഡ് റിസോർട്ടിൽ നമ്മുടെ ഏകദേശം 15ഓളം മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു സക്സസ് ഫാക്ടറി നമ്മൾ കണ്ടക്ട് ചെയ്തു അല്ലേ? അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു സാറിന്റെ അഭിപ്രായത്തിൽ? ഇന്നത്തെ മൊത്തത്തിൽ സാർ മൊത്തം വീക്ഷിച്ച ഒരാളാണല്ലോ, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ മൊത്തത്തിൽ ഈ പ്രോഗ്രാം? ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അത്ര ആളുകൾക്കും ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു എന്നുള്ളതാണ്, ഒരു തർക്കമില്ല. ഓക്കെ, ഫുഡും അക്കോമഡേഷൻ ഒക്കെ ഉണ്ടായിരുന്നു? സൂപ്പർ. ഒരു രക്ഷയില്ല. കാരണം എല്ലാ രാവിലത്തെ ഫുഡായാലും ഉച്ചക്കത്തായാലും രാത്രിയത്തായാലും എല്ലാം നല്ല. കാരണം നമ്മളുടെ ടീം സാറ്റിസ്ഫൈഡ് ആണ്. അത് തന്നെ നമുക്ക് ഏറ്റവും വലിയ കാര്യം. ടീമിൽ എല്ലാവർക്കും മാറ്റം ഉണ്ടായി എന്നാണ് അവർ പറഞ്ഞത്. അത് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റും. കാരണം മുമ്പ് വന്ന നമ്മളുടെ ഈ ഒരു സക്സസ് ഫാക്ടറിയിലേക്ക് എത്തുന്നത് വരെയുള്ള നമ്മളുടെ ടീമിന്റെ പെർഫോമൻസും അല്ലെങ്കിൽ അവരുടെ ആ മാനസികാവസ്ഥയും നമ്മൾ മുമ്പ് കണ്ടതുകൊണ്ടും അതിനുശേഷം നമ്മളെ 3 ദിവസത്തിന് ശേഷം ഇന്നിപ്പോൾ ഈ ഒരു നിമിഷത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങളാണ് ഉണ്ടായത്. ഒരുപാട് മാറ്റങ്ങൾ. യെസ്, 100% നമ്മൾ വിജയിച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും എക്സ്പീരിയൻസ് കേട്ടിട്ടുണ്ടാവും. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, സക്സസ് ഫാക്ടറി എന്ന് പറയുന്നത് എല്ലാവരുടെയും ജീവിതത്തിലുള്ള വിജയത്തിന്റെ താക്കോലാണെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടു. എനിവേ, നെക്സ്റ്റ് സക്സസ് ഫാക്ടറി 25, 26, 27 നമ്മുടെ വയനാടിന്റെ മണ്ണിൽ വെച്ച് നടക്കാൻ വേണ്ടി പോവാണ്. സോ നിങ്ങൾക്ക് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഓരോരുത്തർക്കും വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ഈ ഒരു നിമിഷത്തിൽ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. എനിവേ, വിഷ് യു ഗുഡ് ലക്ക്. താങ്ക് യു.